സുകുമാരൻ സാർ സിനിമയോടൊപ്പം ഒരുപാട് കോഴ്സൊക്കെ പഠിച്ച് എഡ്യൂക്കേഷനിൽ അദ്ദേഹം കാര്യം കൊണ്ടുപോയി. അപ്പം ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രജിത്തിനുള്ള എഡ്യൂക്കേഷൻ പോലും എനിക്കില്ല. മെസ്സോ ഗെയിം കളിക്കുന്ന പോലെയാണ് ഞാൻ പൃഥ്വി വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ വീട്ടിൽ കാണത്തില്ല. ആ പ്രശ്നമുണ്ട്. ആക്ച്വലി ഇന്നലെ രാത്രിയാണ് മാസങ്ങൾക്ക് ശേഷം ചേട്ടനെ കാണുന്നത്. 2.5 മാസം ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടൻ അവിടെ ഇല്ല. അതിന് ഞാനും വന്നപ്പോൾ ചേട്ടൻ അവിടെ പോയി. അപ്പൊ അങ്ങനെ കുറെ നാളായി സ്ഥലം മാറി മാറി പോന്നു. ഇംഗ്ലീഷ് ഈ പണ്ഡിതന്മാരുടെ സംഭവങ്ങളെല്ലാം കൂടും പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന വാക്കുകൾ, ശശി തരൂർ ഉപയോഗിക്കുന്ന വാക്കുകൾ. ശശി തരൂരിന്റെ പേരിനോട് ചേർത്ത് എന്റെ പേര് പറയരുത്. അദ്ദേഹം ശരിക്കും ഒരു സ്കോളറാണ്. എന്റെ ഇംഗ്ലീഷിനെ പറ്റി ആൾക്കാർ പറഞ്ഞു, എന്റെ മലയാളത്തിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ സംസാരിക്കുന്ന പോലെ ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പൊ സർവ്വസാധാരണമാണോ? ഒറിജിനലായിട്ട് പൊട്ടിച്ച് വരുമ്പോഴേക്കും സാധാരണ നമ്മളൊന്ന് ഞെട്ടും. ഇവിടെ ഞാൻ തന്നെ പൊട്ടിച്ചു എന്നുള്ള ലെവലിൽ ആ ചിരിയും വരുന്നുണ്ട്. എന്തായിരുന്നു ആ നിമിഷം? ഒരു ക്യാനണില് കോൺക്രീറ്റ് പൗഡറും എക്സ്പ്ലോസീവ്സും വെച്ച് ഇതിങ്ങനെ ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ബ്ലാസ്റ്റ് റേഡിയസിന്റെ തൊട്ടപ്പുറത്ത് ഒരു മാർക്ക് ഇട്ടിട്ട് ആ മാർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ എനിക്ക് ആ റിയാക്ഷൻ കൊടുത്തിട്ട് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പില്ലറിൽ പോയിട്ട് ഇടിച്ചു. ഇപ്പൊ നിങ്ങൾ കണ്ട ട്രെയിലർ ആണെങ്കിലും ഇത് രണ്ടും ജനഗണമനയിലുള്ള സീൻസ് അല്ല. അതിന്റെ ഇടയിൽ ഇയാളുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കാണുന്നതെല്ലാം ജനഗണമനയിലുള്ള സീനുകളാണ്. എന്തൊക്കെ ചെയ്തിട്ട് എന്താണ് അവസാനവന്മാരുടെ അലികുട്ടി പല കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാറൊക്കെ ഉണ്ട്. ആ ഡയറി വളരെ ഇതായിട്ട് സൂക്ഷിച്ചു പോകുന്നുണ്ട്. പേഴ്സണലി ഒരു ഡയറി സൂക്ഷിക്കുന്ന ആളാണ് പൃഥ്വിരാജ്? അല്ല, അതൊക്കെ സുപ്രിയാണ്. ഞാൻ ഡയറി എഴുതാറില്ല, നോട്ട്ബുക്ക് വെക്കുന്ന ഒരാളല്ല. അത് ശത്രുക്കൾ ഉണ്ടാവുന്നതുകൊണ്ട് ഞാനിത് പറയാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും മൈൻഡിൽ അഭിപ്രായം പറയാൻ മടിക്കാൻ പോകുന്നതിന്റെ പ്രധാന കാര്യം രാഷ്ട്രീയം. നമ്മൾ എന്തൊരു അഭിപ്രായം പറഞ്ഞാലും ഒരു ഫെസ്റ്റിവലിന് ഒരു വിഷ് ഇട്ടാൽ അതിനെ ഒരു റിലീജിയസ് പൊളിറ്റിക്കൽ കളർ കൊടുക്കുന്ന ഒരു വീക്ഷണം നിലനിൽക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ട് ആണ് മിക്കവരും പറയാതിരിക്കുന്നത്. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് തരംഗമായി മാറിയ ട്രെയിലറിന്റെ നായകൻ പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ഡയറക്ടർ ഡിജോ ജോസ്. ആദ്യം തന്നെ രണ്ടുപേർക്കും വലിയ നമസ്കാരം. ആൻഡ് ഒരുപാട് ട്രെയിലർ വരുന്നുണ്ട്, ടീസർ വരുന്നുണ്ട്. പക്ഷേ പൃഥ്വിരാജ് സുകുമാരന്റെ ആയിട്ട് വന്നിട്ട് ഗോൾഡിന്റെ ഒരു ടീസർ വന്നു, അത് വേറൊരു ലെവല്. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ജനഗണമന ട്രെയിലർ സംഭവിക്കുമ്പോഴേക്കും ഒരു ഞെട്ടലാണ് സംഭവിച്ചത്. സ്ഫോടനാത്മകമായിട്ടുള്ള ഞങ്ങൾ ഞെട്ടിയിരുന്ന സമയത്ത് ഫസ്റ്റ് അതിന് ചോദിക്കാം. കാരണം ഒരു ട്രെയിലർ എന്ന് പറയുമ്പോൾ സാധാരണ പറയും 1 മിനിറ്റ് പോണ്ട 2 മിനിറ്റ് കൂടണ്ടെന്നൊക്കെ പറഞ്ഞ് സംവിധായകൻ ആകെ ടെൻഷൻ അടിച്ചാണ് ഈ ട്രെയിലർ പുറത്തു വിടുന്നത്. ഇത് ഏകദേശം ഒരു 4 മിനിറ്റോളം അടുപ്പിച്ച സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു 3 മിനിറ്റ് കഴിയുമ്പം ആ ഒരു സ്ഫോടനം. ഫസ്റ്റ്ലി ഇതിന്റെ ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും രണ്ടും ഡിജോയിന്റെയും ഷാരസിന്റെയും ഐഡിയ ആണ്. ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ കണ്ട 1 വർഷം മുമ്പ് ഇറങ്ങിയ ടീസർ ആണെങ്കിലും സുരാജ് ഞാനും കൂടി എന്നെ ഇന്റർഗേറ്റ് ചെയ്യുന്ന ഒരു സീനിന്റെ ടീസർ, അതും ഇതുപോലൊരു ഫുൾ സീനാണ് അല്ലേ, ഒരു സാധാരണ ടീസർ പോലല്ല. അതാണെങ്കിലും ഇപ്പൊ നിങ്ങൾ കണ്ട ട്രെയിലർ ആണെങ്കിലും ഇത് രണ്ടും ജനഗണമനയിലുള്ള സീൻസ് അല്ല. ഓക്കെ, ഇത് രണ്ടും ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിൽ വരാൻ പോകുന്ന സീൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. അതായത് സിനിമയുടെ 2ാം ഭാഗത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് കാണിക്കുകയും അതിൻ്റെ ഇന്റർകട്ട്സ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ആദ്യ ഭാഗത്തിലെ കുറച്ച് കഥയുടെ മൊമെന്റ്സ് നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്ന അങ്ങനൊരു ഞാൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രോമോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നാൽ അതിൻ്റെ ഇടയിൽ ഇയാളുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കാണുന്നതെല്ലാം ജനഗണമനയിലുള്ള സീനുകളാണ്. എൻ്റെ ഇത്രയും സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിലർ ഷൂട്ട് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ഷൂട്ട് സ്കെഡ്യൂൾ ഞങ്ങൾ വെച്ചത്. ഇത് ട്രെയിലർ സിനിമയുടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നുണ്ടായ ചിന്തയല്ല. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഡിജോ പറയുന്നുണ്ട് നമുക്ക് ട്രെയിലർ ഷൂട്ട് ചെയ്യാൻ വേറൊരു. അപ്പോൾ ട്രെയിലർ ഷൂട്ട് ചെയ്യാൻ വീണ്ടും ഒരു സെറ്റ് ഇടുകയും വീണ്ടും ആ ബ്ലാസ്റ്റിനൊക്കെ വേണ്ടി പൈറോടെക്നിക്സിന് ടീം കൊണ്ടുവരികയും ആക്ഷൻ ടീമിനെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് ട്രെയിലർ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന വേറൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് മോർ ദൻ എനിത്തിങ് എൽസ് ഈ ട്രെയിലറും ടീസറിലൂടെ നിങ്ങൾ കാണുന്നതാണ് ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറിൻ്റെ റെവലേഷനാണ് സിനിമയുടെ സോൾ. ഇപ്പോൾ ജനഗണമന നിങ്ങൾ കാണുമ്പോഴും സിനിമ തുടങ്ങുമ്പോൾ ഇയാൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ ഇന്ന ആളാണോ എന്നുള്ള സംശയം തോന്നും. പിന്നെ ഇയാൾ ഇങ്ങനെയാണോ വന്നു ഈ പ്ലോട്ടിന്റെ പ്രോഗ്രഷനിലൂടെയാണ് ഒടുവിൽ ഇയാൾ ശരിക്കും എന്തായിരുന്നു ആരായിരുന്നു എന്ന് ഓഡിയൻസിന് മനസ്സിലാവും. ആദ്യത്തെ ടീസറും ഇതും കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ കാണുന്നവര് വേറൊരു തരത്തിലേക്ക് പോവുക ഇതിൻ്റെ തിരുന്നിട്ട്. ഒപ്പം ഈ സ്ഫോടനത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ചിരി ഇതിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഒറിജിനലായിട്ട് പൊട്ടിച്ച് വരുമ്പോഴേക്കും സാധാരണ നമ്മളൊന്ന് ഞെട്ടും. ഇവിടെ കട്ടയ്ക്ക് കൂളായിട്ട് ഇരുന്നിട്ട് ഞാൻ തന്നെ പൊട്ടിച്ചു എന്നുള്ള ലെവലിൽ ആ ചിരിയും വരുന്നുണ്ട്. എന്തായിരുന്നു ആ നിമിഷം തോന്നിയത്? അല്ല, അത് ഭീകരമായിട്ടാണ്. അത് ആക്ച്വലി പൊട്ടിച്ചേക്കുന്ന ഇങ്ങനെ സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കാറ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഫൈറ്റിൽ എന്തെങ്കിലും ബിൽഡിങ്ങിന്റെ മണ്ടേന്നൊക്കെ ചാടുക എന്നൊക്കെ പറയുന്നത് സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്യുമ്പോൾ
ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന രീതി അതിൻ്റെ മെക്കാനിക്കൽ ഏരിയ നമ്മൾ ടേക്കിന് മുമ്പ് ഫുള്ളി തറവാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സീക്വൻസിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതിൻ്റെ പൈറോ ടെക്നിക്സ് ഹാൻഡിൽ ചെയ്ത നവീൻ എന്ന് പറഞ്ഞ ആളാണ്. ഇത് ഫൈറ്റ് മാസ്റ്ററാണ്, ഡിജോ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പോയി കണ്ട് ഓക്കെ ഇത് ഒരു ക്യാനൺ ബ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ പൊട്ടി മുകളിലോട്ട് പോകില്ലേ, അതിൻ്റെ ഒരു കുറച്ചുകൂടെ ചെറിയൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാനണിൽ കോൺക്രീറ്റ് പൗഡറും എക്സ്പ്ലോസീവ്സും വെച്ച് ഇതിങ്ങനെ ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആ ക്യാനൻ്റെ റേഡിയസ് അനുസരിച്ച് ഇത് റിമോട്ട് ഞെക്കുമ്പോൾ എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാസ്റ്റ് റേഡിയസ് ഇത്ര ആയിരിക്കും എന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ നവീൻ പറഞ്ഞു തരും. ഞാൻ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നവീൻ ഈ ബ്ലാസ്റ്റ് റേഡിയസ് കഴിഞ്ഞ് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തിന് റൈറ്റ് ലെഗ് എടുത്ത് ആ ബ്ലാസ്റ്റ് റേഡിയസിൻ്റെ തൊട്ടപ്പുറത്തൊരു മാർക്ക് ഇട്ടിട്ട് ആ മാർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ റിമോട്ട് പൊട്ടിക്കണം. കാരണം ഒരുപാട് ദൂരെ പോയിട്ട് പൊട്ടിയാലും അതിൻ്റെ ഭംഗിയില്ലല്ലോ. അപ്പോൾ അത് ആ മെക്കാനിക്കൽ കാര്യങ്ങളില്ലേ അത് എൻറ്റയർലി തറവാക്കുക, ഫുള്ളി തറവാക്കുക. ഓക്കെ നവീൻ അവിടെ നിന്ന് പോയി തിരിഞ്ഞു, ആ മാർക്ക് കഴിഞ്ഞ് എൻ്റെ റൈറ്റ് ലെഗ് എടുത്ത് ആ മാർക്കിന് അപ്പുറത്ത് വെക്കുമ്പോൾ റിമോട്ട് ഞെക്കണം. അപ്പോൾ ആ ഒരു റിമോട്ടിൻ്റെ ഒരു ഹാഫ് എ സെക്കൻഡ് ഡിലേ കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ വരുമ്പോൾ എനിക്ക് ആ റിയാക്ഷൻ കൊടുത്തിട്ട് തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പില്ലറിൽ പോയിട്ട് ഇടിച്ച് നിൽക്കാം എന്നൊക്കെ പറയുന്ന ആ മെക്കാനിക്കൽ സാധനങ്ങൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് ദെൻ യു ഫൊഗെറ്റ് ദാറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് മറക്കുക. അത് കഴിഞ്ഞിട്ട് അത് മറന്നിട്ട് പിന്നെ നമ്മൾ ടേക്കിൽ എക്സ്പ്ലോഷനും റിമോട്ടും ആർക്കും പരിപാടി എല്ലാം ഞങ്ങൾ പറഞ്ഞ് ഫിക്സ് ചെയ്തല്ലോ. പിന്നെ അത് മറക്കുക, അത് മറന്നിട്ട് then you do it. അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് ചാടും. ഇപ്പോൾ ഹീറോ സിനിമയ്ക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചാടുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചാടുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഓക്കെ ബെഡ് ഇട്ടിരിക്കുന്ന ഈ ഇതിലാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ചാടുമ്പോൾ ഇത്രയും നീളത്തിൽ ചാടി മേ ബി ഐ വിൽ മിസ് ദ ബെഡ്. അപ്പോൾ അത് ഇങ്ങനെ അത് കംപ്ലീറ്റ് ഫിക്സ് ചെയ്ത് നമ്മളത് തറവാക്കിയാൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറയുമ്പോൾ പിന്നെ അത് മറക്കുക, ദെൻ യു ആക്ട്. അപ്പം അങ്ങനെ അതിന് രണ്ട് ഇതായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് അത് ടേക്കിൽ അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബ്ലാസ്റ്റും അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും എല്ലാം ഐ എം ട്രസ്റ്റിംഗ് അതേഴ്സ്. അല്ല, ഇത് തന്നപ്പോഴേക്കും ഞാൻ ഈ ട്രെയിലർ കണ്ടിട്ട് വീണ്ടും ഇത് പൊട്ടുന്നു, ബ്ലാസ്റ്റ് വന്നിട്ട് പിന്നെ ബാക്കി കാണുന്നില്ല, വീണ്ടും തിരിച്ചു പോയിട്ട് വീണ്ടും കാണുന്നു. സംഭവം എന്തിനാണ് ഈ ഒരു കഥാപാത്രം എങ്ങനെ പൊട്ടിച്ചു ഇവിടെ ബ്ലാസ്റ്റ്? അപ്പൊ തിരിച്ചു വന്നപ്പം കൈ വീശി വരുന്ന ആ ചിരിയും വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനുവേണ്ടി നോക്കിയത് എങ്ങനെ പൊട്ടി എന്നുള്ള സംഭവം അറിയാൻ വേണ്ടി. കയ്യിൽ കരുതിയ ഒരു സാധനം തിരിച്ചു വന്നപ്പോൾ കാണാനില്ല, അദ്ദേഹത്തിന് ആ ചിരിയും വന്നപ്പോഴേക്കും അത് തിരിച്ചു വന്നിട്ടുണ്ട് ഒരു സംഭവത്തിലേക്ക്. പക്ഷേ ആ പൊട്ടൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ട്രെയിലറിൽ ഇങ്ങനെ ഒരു അതാണ് ഇപ്പൊ വളരെ സട്ടിൽ ഡീറ്റെയിലിംഗ് ഉണ്ട് അതിൽ. ഇപ്പൊ സെൻസ് ഇപ്പോൾ ഇയാൾ ആ കസേരയിൽ ഇരുന്നിട്ട് ഇയാൾ ബാഗ് വെക്കുന്നത് ഇയാളുടെ മടിയിലല്ല, ഇയാളുടെ തൊട്ടടുത്ത ചെയറിലാണ്. നമ്മുടെ പേഴ്സണൽ വസ്തുക്കൾ വെക്കുന്ന ഒരു ബാഗ് നമ്മൾ അങ്ങനെ വെക്കില്ല സാധാരണ. ഇയാളെ ബാഗ് വെക്കുമ്പോഴും ഇയാളെ വെക്കുന്ന രീതിയും വെച്ചതിന് ശേഷം അതിലേക്ക് നോക്കുന്നതും ഒക്കെ ഒന്നുകൂടെ കാണുമ്പോൾ സാധാരണ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ കുറച്ച് പൈസയോ മൊബൈൽ ഫോണോ ഒക്കെ ഉള്ള ഒരു ബാഗ് ആണെങ്കിൽ അങ്ങനല്ല, അതിന് ആ സ്വഭാവം അങ്ങനല്ല. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഡീറ്റെയിലിംഗ് നമുക്ക് ഒരുപാട് ലൗഡായിട്ട് കൊടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് വളരെ ഓണസ്റ്റ് ആയിട്ട് അതിന് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ആദ്യം വന്നൊരു പ്രായമായ ഒരു അദ്ദേഹത്തിന് ക്യാൻറ്റീനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹത്തിനോട് പറയുന്നതും കോമ്പൗണ്ടിന്റെ വെളിയിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ ഭക്ഷണം കിട്ടും എന്നുള്ളതാണ്. ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിൽക്കരുത്, കുറച്ച് ദൂരെ പോയി നിൽക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജനഗണമന ഇങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴേക്കും പെട്ടെന്ന് കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കോടി പിടിച്ച് ഡയറക്ടറും അതെ ഞങ്ങൾ മാത്രമല്ല എല്ലാ ആ സെറ്റിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇൻഫാക്ട് ഞങ്ങൾക്കറിയാം, പക്ഷെ പറയുന്നില്ല. ഞങ്ങൾ ആ സെറ്റിൽ എക്സ്ട്രീംലി സ്ട്രിക്ട് പ്രോട്ടോകോൾസ് ആയിരുന്നു. ആ സെറ്റിലേക്ക് കയറുകയാണെങ്കിൽ RT-PCR 24 hours മുമ്പ് ചെയ്ത RT-PCRന്റെ റിസൾട്ട് കാണിക്കുക, അങ്ങനെ സൂക്ഷിച്ചിരുന്ന ഒരു സെറ്റാണ്. കാരണം പാൻഡമിക് കഴിഞ്ഞ് വീണ്ടും സിനിമ ഷൂട്ടിങ്ങുകൾ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത സിനിമ ജനഗണമനയാണ്. അതിനുശേഷമാണ് കോൾഡ് കേസും ഭ്രമവും കുരുതിയും ഒക്കെ ഞാൻ ചെയ്തത്, ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ആദ്യം തുടങ്ങിയ സിനിമയാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇത് നമ്മൾ അയ്യോ കോവിഡിൻ്റെ സമയത്ത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നിട്ട് പോലും ഇൻഫാക്ട് RT-PCR നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ആദ്യം സിംറ്റംസ് കാണിക്കുകയും അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഫുള്ളി ക്ലോസ്ഡ് എയർ കണ്ടീഷൻ സെറ്റിലാണ്. അപ്പോൾ അവിടെ ഇറ്റ് ക്വിക്ലി സ്പ്രെഡ്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ശരി ഞാൻ കോവിഡ് വിമുക്തനായെന്ന് പറഞ്ഞ റിസൾട്ട് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ വീണ്ടും ഷൂട്ട് ആരംഭിക്കും, പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഡോക്ടറും ഹോസ്പിറ്റലും എല്ലാം മാജിക് ഫ്രെയിംസ് ആണോ? അല്ല അന്ന് ഞങ്ങൾ ഇപ്പോൾ ലിസ്റ്റിനും ഞാനും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണത്. അന്ന് ഞങ്ങൾ ഫേസ് ചെയ്തിരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ക്രൂ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ ഇപ്പോൾ 2 പേര് കോവിഡ് പോസിറ്റീവ് ആയാൽ ആ എൻറ്റയർ ഹോട്ടൽ പിന്നെ ഐസൊലേഷനാണ് 2 weeks. പിന്നെ ഈ 2 ആഴ്ച ഷൂട്ടിംഗ് ഇല്ല, പക്ഷെ 2 ആഴ്ച ആ ക്രൂവിന്റെ ഫുൾ ഹോട്ടൽ ബില്ലും ഹോട്ടൽ ചെലവും ഞങ്ങൾ നോക്കണം. കാരണം അവരവിടെ 2 ആഴ്ച അവർ ഐസൊലേറ്റ് ചെയ്തേ പറ്റൂ. കാരണം അതിനകത്ത് ആ ഹോട്ടലിലെ ഒരു 3 പേര് പോസിറ്റീവായി. അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോസിറ്റീവ് ആയാൽ ആ എൻറ്റയർ സ്ഥലം കോർഡൻ ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ
എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ഞാൻ ഇൻവോൾവ് ആകാത്ത സിനിമകളിൽ ഇതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കോവിഡ് ടെസ്റ്റിംഗ് ബില്ലുള്ള സിനിമ ജനഗണമനയാണ്. ഓക്കെ, ഏറ്റവും വലിയ ബില്ലുള്ള സിനിമ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്റ്റേയും എല്ലാവരുടെ ഒന്നാമത് ഇത് തുടങ്ങിയ സമയത്ത് RT-PCR വില ഭയങ്കര ഇപ്പൊ അതിന് ഭയങ്കര നിസ്സാര. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ സിനിമയുടെ കാര്യങ്ങളല്ലാതെ അലികുട്ടി പല കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാറൊക്കെ ഉണ്ട്. കവിതകളൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡയറി വളരെ ഇതായിട്ട് സൂക്ഷിച്ചു പോകുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പേഴ്സണലി ഒരു ഡയറി സൂക്ഷിക്കുന്ന ആളാണോ പൃഥ്വിരാജ്? അല്ല, അതൊക്കെ സുപ്രിയാണ്. ഞാൻ ഡയറി എഴുതാറില്ല. ഞാൻ അങ്ങനെ ഒരു നോട്ട്ബുക്ക് വെക്കുന്ന ഒരാളല്ല. ഇന്ദ്രേട്ടനെ ഇടയ്ക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഇപ്പം സുകുമാരൻ സാറ് സിനിമയോടൊപ്പം ഒരുപാട് കോഴ്സൊക്കെ പഠിച്ച് എഡ്യൂക്കേഷനിൽ അദ്ദേഹം കാര്യം കൊണ്ടുപോയി. അപ്പം ഇന്ദ്രേട്ടൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഇങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് സിനിമ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഒരു ശ്രമിച്ചത്. ഇന്ദ്രജിത്തിനുള്ള എഡ്യൂക്കേഷൻ പോലും എനിക്കില്ല. ഓക്കെ, ഇന്ദ്രജിത്ത് ഗ്രാജുവേറ്റ് ആണ്, എഞ്ചിനീയർ ആണ്. ആക്ച്വലി ഈസ് ആൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്. ഞാൻ 12ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഇംഗ്ലീഷ് ഈ പണ്ഡിതന്മാരുടെ സംഭവങ്ങളെല്ലാം കൂടും ശശി തരൂര്, പൃഥ്വിരാജ്, അങ്ങനെയുള്ള സംഭവം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പുറത്ത് കേൾക്കുമ്പോഴേക്കും പൃഥ്വിരാജ് ഉപയോഗിക്കുന്ന വാക്കുകൾ, ശശി തരൂർ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതിന്റെയൊക്കെ അർത്ഥം കണ്ടെത്താൻ വേണ്ടി പലപ്പോഴും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശശി തരൂരിന്റെ പേരിനോട് ചേർത്ത് എന്റെ പേര് പറയരുത്. അദ്ദേഹം ശരിക്കും ഒരു സ്കോളറാണ്. ഓക്കെ, ഈസ് എ ട്രൂ സ്കോളർ. ഞാൻ അതല്ല. രണ്ട്, ഈ എൻ്റെ ഇംഗ്ലീഷിനെ പറ്റി ആൾക്കാർ പറഞ്ഞു, എൻ്റെ മലയാളത്തിനെ പറ്റി എന്താ പറയാത്തത്? ഞാൻ സംസാരിക്കുന്ന പോലെ ശുദ്ധമായ മലയാളം സംസാരിക്കുന്ന ആൾക്കാർ ഇപ്പൊ സർവ്വസാധാരണമാണോ നമ്മുടെ സമൂഹത്തിൽ? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറവാണ്. ഇടയ്ക്ക് ഇന്ദ്രേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവം പൃഥ്വി ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ നടൻ എവിടെ ഇന്റർവ്യൂ കൊടുക്കാൻ പോലും പൃഥ്വിരാജിന്റെ വിശേഷങ്ങൾ എന്താണ്, പൃഥ്വി എവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞത് മെസ്സോ ഗെയിം കളിക്കുന്ന പോലെയാണ് ഞാൻ പൃഥ്വിരാജ്. പൃഥ്വി വീട്ടിൽ വരുമ്പോഴേക്കും ഞാൻ വീട്ടിൽ കാണത്തില്ല. ആ പ്രശ്നമുണ്ട്. ആക്ച്വലി ഇന്നലെ രാത്രിയാണ് മാസങ്ങൾക്ക് ശേഷം ചേട്ടനെ കാണുന്നത്. ഇതിനു മുമ്പ് കുറേ നാൾ ഇപ്പൊ ചേട്ടൻ ആക്ച്വലി ഒരു തെലുഗു വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തെലുഗു വെബ് സീരീസും കുറച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് എന്നാൽ ഞാനിടയിലും 2.5 മാസം ഹൈദരാബാദിലുണ്ടായിരുന്നു ബ്രോഡായിട്ടുള്ള ഷൂട്ടിൽ. ആ സമയത്ത് ചേട്ടൻ അവിടെ ഇല്ല. അതിന് ഞാനും വന്നപ്പോൾ ചേട്ടൻ അവിടെ പോയി. ഞാൻ എറണാകുളത്ത് വരുമ്പോൾ ചേട്ടൻ ഉണ്ടാവില്ല, വേറെ സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ കുറേ നാളായി സ്ഥലം മാറി മാറി പോന്നു. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഇന്നലെയാണ് കുറേ നാൾക്ക് ശേഷം കണ്ടത്. അതുകൊണ്ട് ആ പ്രശ്നമുണ്ട് ആക്ച്വലി. അപ്പൊ ഇത് നിങ്ങളുടെ പേഴ്സണൽ ഇടയിൽ സിനിമ എന്നുള്ള സംഭവം ടോക്ക് ഉണ്ടാവാറുണ്ടോ? ഞങ്ങൾ ഇത്ര വല്ലപ്പോഴും ആണ് കാണുന്നത്. അപ്പോൾ സിനിമയേക്കാൾ എത്രയോ നല്ല വിഷയങ്ങളുണ്ട് സംസാരിക്കുന്നത്. ഡിജു, ഈ ഫസ്റ്റ് സാധനം വിട്ടപ്പോൾ തന്നെ ഈ ജനഗണമനയുടെ കാര്യം വിട്ടപ്പോഴേക്കും ഈ തപ്പിപ്പിടിച്ച് പോകുന്നവർക്കൊക്കെ കാലഘട്ടം നോക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇത് പഴയ കാലഘട്ടമാണോ, കാരണം റെക്കോർഡ് ചെയ്യുന്ന ഇതിലേക്കാണല്ലോ, പിന്നെ ഒരു ഇത് ക്യാമറ വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ ഓരോന്നോരോന്ന് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അടുത്ത സാധനം വന്നപ്പോഴേക്കും കൃത്യമായിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് അത്രയും കാലഘട്ടം പഴയതിലേക്ക് പോകണ്ട, റീസെന്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്, അധികം പഴക്കമില്ലാത്ത സംഭവമാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള ചില ഇത് കരുതലായിട്ട് തന്നെ ചെയ്തു വെച്ചതാണോ ഈ റെക്കോർഡിങ്ങിനുള്ള സാധനമൊക്കെ? പഴയ ഒരു ഫോർമാറ്റ് ഒക്കെ അന്ന് ആക്ച്വലി അതുണ്ട്. അത് നമ്മുടെ ഡേറ്റ് വൈസ് തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ട്രെയിലറിൽ അത്രയും കാണുന്നില്ല, അത് കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കാം. അപ്പോൾ അത് എങ്ങനെയാണോ അത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് നമ്മളും കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ CCTV കാണിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വേറൊരു ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഏരിയ ആയിരിക്കാം. ഇവിടെ പക്ഷേ ഈ ട്രെയിലറിൽ അതിനനുസരിച്ച് വേറൊരു പാറ്റേണാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന നായകൻ്റെ നരയുടെ ഡെപ്ത് അനുസരിച്ച് ഏജ് കൂട്ടുക, അതും ചിന്തിക്കാവുന്നതാണ്. അതുവരെ ചെയ്തിട്ടുണ്ടാവും, കണ്ടു നോക്കൂ. എന്നിട്ട് ഓൾസോ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഫസ്റ്റ് കഥ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യം, ഇത് എവിടെയും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരു സ്ഥലത്തും സമയത്തും പ്ലേസ് ചെയ്യേണ്ട സിനിമയാണെന്ന് തോന്നി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു സ്ഥലവുമായിട്ടും ഒരു സമയവുമായിട്ടും ബന്ധിതമായ ഒരു കഥയല്ല, എന്നാൽ എല്ലാ സ്ഥലങ്ങളുമായിട്ടും എല്ലാ സമയങ്ങളുമായിട്ടും പ്രസക്തമായ ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ള ഒരു ടൈം സ്പേഷ്യൽ ബൈൻഡിങ് ഈ സിനിമയ്ക്ക് ഉണ്ടാകരുത്. ഇത് ഫിക്റ്റീഷ്യസ് ആയൊരു സ്ഥലത്ത് സാങ്കല്പികമായൊരു സമയത്ത് നടക്കുന്ന ഒരു കണ്ടംപററി ആയിട്ടുള്ളൊരു റിയൽ സ്റ്റോറിയുടെ ഫീൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആൻഡ് ദാറ്റ് ഇസ് എ ബെസ്റ്റ് വേ ടു സേ ദ സ്റ്റോറി എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ പറയുന്ന സ്ഥലങ്ങൾ, ഈ സിനിമയിലെ കഥ നടക്കുന്ന സമയം, ഇതൊക്കെ ഏതാണ് എപ്പോഴാണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ഡീറ്റെയിലിംഗ് സിനിമയിൽ പറയുന്നില്ല. ഇത് ഇപ്പോൾ 2020 അങ്ങനല്ല ഇത് പറയുന്നത്. ഇറ്റ് കുഡ് ഹാപ്പൻ എനി ടൈം എനിവെയർ. ഈ ടീസർ ആയിരുന്നാലും ട്രെയിലർ ആയിരുന്നാലും ഇതിൽ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ചിരിയുണ്ട്, അത് രണ്ടിടത്തും കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പേഴ്സണലി കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉള്ളത് പറഞ്ഞതുപോലെ നേരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഭയമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു കഥാപാത്രം എത്രമാത്രം പേഴ്സണലി ഉൾക്കൊള്ളുന്നുണ്ട്? എൻ്റെ യഥാർത്ഥ വ്യക്തിത്വമായിട്ട് യാതൊരു ബന്ധമില്ല ക്യാരക്ടർ. എനിക്ക് ഇതിനകത്തെ അരവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ടായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ഒന്നും തന്നെ
എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് വിദൂരതയിൽ നിൽക്കുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടർ മാത്രമാണ് എനിക്ക്. പക്ഷേ ആ ക്യാരക്ടർ വെൽ റിട്ടൺ ആണ്. ഷാരസിന്റെ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടർ വെൽ ഡീറ്റെയിൽഡ് ആണ്. ഇയാൾ എത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്, എത്തരത്തിലുള്ള അനുഭവങ്ങൾ കാരണമാണ് ഇയാൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അപ്പം ഇത്രയും ഇങ്ങനൊരു ജീവിതത്തിലൂടെ കടന്നുപോയ ഒരാളുടെ ഇന്നത്തെ ചിന്തകൾ, ഇന്നത്തെ അയാൾ വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രങ്ങൾ, അയാളുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം സ്ക്രിപ്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആണ്. അത് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കൺസീവ് ചെയ്യാനുള്ള ഒരു ഡയറക്ടറും ഉണ്ട്. അപ്പോൾ ആസ് എൻ ആക്ടർ അതാണ് ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ തിരക്കഥാകൃത്ത് എപ്പോഴും ഒരിടത്തും പിടികൊടുക്കാൻ പറ്റാത്ത തിരക്കഥാകൃത്താണ്. ഒരു സൈഡിൽ ഒരു പടം എഴുതി കഴിഞ്ഞാൽ അടുത്തതിൽ വേറൊരു ജോണറിൽ സഞ്ചരിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം ആദ്യം തന്നെ പൃഥ്വിരാജ് നടൻ തന്നെ പറഞ്ഞു, ഇത് ഇതിന് വേണ്ടി ടീസറിന് വേണ്ടി ചെയ്തു, ഇത് ട്രെയിലറിന് വേണ്ടി ചെയ്തു, ഇതിന്റെ രണ്ടാം ഭാഗം ആക്കാൻ പറ്റുന്ന സംഭവമാണ് പുറത്ത് വിട്ടേക്കുന്നുള്ളത്. അപ്പം ടീസറും ട്രെയിലറും സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് സീനുകളല്ല. സെക്കൻഡ് പാർട്ടുമായിട്ട് പോലും കണക്റ്റഡ് ആണ്. ഈ സിനിമ കാണുമ്പോൾ ടീസറിലും ട്രെയിലറിലും കണ്ട സീൻ അവിടെ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ പറയുന്നത്, ഇത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയിലുള്ള സീൻസ് അല്ല, ഇത് ഇതിന്റെ ഒരു സീക്വലിലെ സ്ക്രീൻ പ്ലേയിൽ വരാൻ സാധ്യതയുള്ള സീനുകളാണ്. ഓക്കെ, ആൻഡ് ഈ പലപ്പോഴും പല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ തുറന്ന് പ്രതികരിക്കുന്ന വ്യക്തിയാണ്. എല്ലാ കാര്യത്തിലും അല്ല, പ്രതികരിക്കേണ്ട കാര്യം എല്ലാവരും വാടിച്ചിരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി ഒരു പോസ്റ്റിലൂടെ ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പറയേണ്ടടുത്ത് പറയുന്ന ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ. അല്ലെങ്കിൽ പേഴ്സണലി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനകത്ത് തിരിച്ച് പറയേണ്ട ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് തിരിച്ച് ഇവരുണ്ടോ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് ഇത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആരുടെയും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ തുറന്ന് പറയാറുണ്ട്. അത് കാരണം ശത്രുക്കളുണ്ട്. അപ്പം എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അത് ശത്രുക്കൾ ഉണ്ടാവുന്നതുകൊണ്ട് ഞാനിത് പറയാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും മൈൻഡിൽ? പറയുന്നതും പറയാതിരിക്കുന്നതും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനൊരു അഭിപ്രായം പറയണമെന്ന് തോന്നുമ്പോഴേ പറയാറുള്ളൂ. പിന്നെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ എസ്പെഷ്യലി ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പബ്ലിക് പ്രൊഫൈലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഒരുപാട് ഫോളോവേഴ്സ്, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫോളോയിങ് ഉള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉള്ള സെലിബ്രിറ്റി ആൾക്കാർ, പബ്ലിക് പ്രൊഫൈലുള്ള ആൾക്കാർ അഭിപ്രായം പറയാൻ മടിക്കാൻ പോകുന്നതിൻ്റെ പ്രധാന കാര്യം രാഷ്ട്രീയം തന്നെയാണ്. കാരണം എന്ത് പറഞ്ഞാലും അതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റിനുമുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തൊരു അഭിപ്രായം പറഞ്ഞാലും, എന്തിന് ഒരു ഫെസ്റ്റിവലിനൊരു വിഷ് ഇട്ടാൽ, ഒരു ആഘോഷത്തിനൊരു വിഷ് ഇട്ടാൽ അതിനെ ഒരു റിലീജിയസ് പൊളിറ്റിക്കൽ കളർ കൊടുക്കുന്ന ഒരു വീക്ഷണം നിലനിൽക്കുന്ന ഒരു സമൂഹം ഇന്നുണ്ട്. അപ്പോൾ ദെൻ യു സ്റ്റാർട്ട് തിങ്കിങ്, ഞാൻ എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ ടൂൾ എന്തിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണ്ടായിരിക്കാം എന്നുള്ളൊരു തോന്നൽ ഇനി വരും കാലങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകും. ബിക്കോസ് എവറിത്തിങ് ഇസ് പൊളിറ്റിസൈസ്ഡ് നൗ. ഒരു ഇന്നൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ മതവിഭാഗത്തിന് വേണ്ടി സംസാരിച്ച ആളായി, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിച്ച ആളായി. വേറൊരു കാര്യം പറഞ്ഞാൽ നേരെ തിരിച്ചായി. എന്നാൽ പറയുന്ന ആൾക്ക് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇറ്റ് മൈറ്റ് പ്യോർലി ബി എ പേഴ്സണൽ തിങ് ഫോർ ഹിം. അപ്പോൾ അത് ഞാൻ പല എൻ്റെ കണ്ടംപററീസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇന്ന് എന്ത് പറഞ്ഞാലും അതിനൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ഒരു ഒവർച്ചർ കൊടുക്കുന്ന ഒരു നിരീക്ഷണ സ്വഭാവം സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ആണ് മിക്കവരും പറയാതിരിക്കുന്നത്. ജനഗണമന കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എണീറ്റ് നിൽക്കും. അപ്പം അത് തന്നെ അതിനെ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഒപ്പം ജനഗണമന ചിത്രം തിയേറ്ററിൽ കഴിഞ്ഞ് എല്ലാവരും എണീറ്റ് എന്ന് ഒരുമിച്ച് ക്ലാപ്പ് ചെയ്യട്ടെ. ഇതിൻ്റെ വിജയാഘോഷത്തിന് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.